ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ഇടയ്ക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നൊരു ഡേ ഇൻ ലൈഫ് എടുക്കാനാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞു, പൊട്ടും കുരുവൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ട്, നല്ല എണ്ണ കാച്ചിട്ട് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. അതാ അതിൻ്റെ പരിപാടിയിലാണ്. പുട്ടും പൊടിയും തേങ്ങയൊക്കെ സെറ്റാക്കിയിട്ട്, പിന്നെ പുട്ടിലേക്ക് എന്താണെന്ന് വെച്ചാൽ കൊള്ളിഷ്ടമുണ്ട്, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. ഇതൊന്നും ചൂടാക്കാണ്ട് കേട്ടോ, ചൂടാക്കിയിട്ടില്ല, ഇന്നലെ തിളപ്പിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അമ്മ പോണതിൻ്റെ ഉള്ളിൽ അമ്മ ചോറും അതുപോലെ ഏട്ടക്കറിയാണ് കേട്ടോ. ഏട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ കൂട്ടില്ല ഏട്ടക്കറി. പിന്നെന്താ, ചൂട മുളകിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തോന്നണു ഞാൻ ഏട്ടക്കറി കൂട്ടില്ല, അപ്പം അതുകൊണ്ടാണ് തോന്നുന്നു അമ്മ ചൂടിയും ഇന്നലെ കറി വെച്ചത്. ഞാൻ വിചാരിച്ചു നാളെ വെക്കാനായിരിക്കുന്നു. 2 മീൻ കൊണ്ടുവന്നു, പക്ഷെ 2 വെക്കും വിചാരിച്ചില്ല. അപ്പോൾ ഏട്ടനും രുദ്രും കൂടിയിട്ട് അമ്മേനെ അങ്ങോട്ട് പണിസ്ഥലത്തേക്ക് ആക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. നമ്മളെ പുട്ട് ഒരു കുറ്റി ആയിട്ട് ഒരു കുറ്റി അടുപ്പത്തുണ്ട്. പിന്നെ പിന്നെന്താ, ഇനി പാത്രം കഴുകുക, അങ്ങനെ കുറച്ച് പണികൾ. ദേവട്ടിയും പാറട്ടിയും എണീറ്റിട്ടില്ല, ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് നേരം കിടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ അവരെണീറ്റിട്ടില്ല, അവർ ഞായറാഴ്ച കാരണം കുറച്ച് നേരം കിടക്കുക തോന്നുന്നു. വിളിച്ചിട്ട് എണീക്കുന്നില്ല, ക്ലാസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ക്ലാസ് ഉണ്ടെങ്കിലും നേരത്തെ എണീക്കണം പതിവൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വൈകിട്ട് തന്നെയാണ് അവർ എണീക്കാറ്. വിളിച്ചുകൊണ്ടിരിക്കണം എന്നാലേ എണീക്കുള്ളൂ. കാറ്റടിച്ചിട്ട് ചുണ്ട് പൊട്ടിയിട്ടൊരു വാക്കാം. പിന്നെന്താ പറയുക, നമുക്ക് മെയിനായിട്ടുള്ള പണികളും കാര്യങ്ങളൊന്നും തിരുമ്പാളം ഞാൻ ഇട്ടിട്ടുണ്ട്, അതിപ്പോൾ കഴിയും. പിന്നെ നമുക്ക് കുറച്ച് കല്ലിൽ തിരുമ്പാണ്ട്, കല്ലിൻ്റെ മുകളിൽ കഴുകാൻ കുറച്ചുണ്ട്. കുറച്ച് ദിവസമായി തോർത്തൊക്കെ തല്ലി തിരുമ്പിയിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടണം. പിന്നെന്താ, പിന്നെ വിനിത അവിടെ ഇല്ല, അവൾ മാമൻ്റെ വീട്ടിലേക്ക് പൂരത്തിന് പോയതാണ്, അവളുടെ മാമൻ്റെ വീട്ടിലേക്ക് പൂരത്തിന് പോയതാട്ടോ. അവർ ചിലപ്പോൾ ഒന്ന് വരും തോന്നുന്നു. പിന്നെന്താ, നമ്മളിന്ന് വൈകിട്ടൊന്ന് പുറത്തേക്ക് കറങ്ങാൻ പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറേയായി നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ അതിനായാലും ഒന്നിനും പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ടൊരു കറങ്ങൽ ഇന്നാവാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ രണ്ട് മാസമൊക്കെ ആയി നമ്മൾ പുറത്തേക്ക് അങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ട്. പിള്ളേരൊക്കെ ഇട്ടിട്ടാ, ഞാൻ ഏട്ടനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ പിള്ളേരായിട്ട്, പിന്നെ പാർട്ടി ടൂറുണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന്, അപ്പോൾ അതിന് ഞങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോവാമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പിന്നെ നമ്മളെ വെഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞപ്പോൾ, വെഡിങ് ആനിവേഴ്സറി അന്ന് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അന്ന് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയില്ല. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഇന്ന് നമുക്കൊന്ന് പുറത്തേക്ക് പോകണം, പറ്റിയെങ്കിൽ ഒരു സിനിമയ്ക്കും കാരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മളൊന്ന് വിചാരിക്കും, ദൈവം വേറൊന്ന് വിചാരിക്കുന്നു പറഞ്ഞ പോലെ. ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് എപ്പോഴും ഞാൻ പ്ലാൻ ചെയ്യണ പോലെ എല്ലാം നടക്കാറ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട്, നടന്നു. അപ്പോൾ നമ്മളെ കാലത്തെ പണികൾ ഒരുവിധം അമ്മ കാലത്ത് തന്നെ ചോറും കറിയൊക്കെ ആക്കിയ കാരണം നമുക്ക് റിസ്ക് ഒന്നും ഇല്ല. അപ്പോൾ അതാ ചായക്കടിയും സെറ്റായിട്ടുണ്ട്. ഇനി ഉപ്പേരിക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പറക്കി നോക്കണം, കാരണം 2-3 വട്ടമായിട്ട് ഇങ്ങനെ പയറും അതും ഇതൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് കുറേശ്ശെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേരി വെക്കണം, എന്തെങ്കിലും അല്ല പയറുപ്പേരി വെക്കണം. ഇനി അതിന് കൂട്ടത്തിൽ എന്തെങ്കിലും ഇടാൻ കിട്ടിച്ചാൽ അത് ഇട്ടിട്ട് നമുക്കൊരു ഉപ്പേരി സെറ്റാക്കണം. പിന്നെന്താ, പിന്നെ മെയിനായിട്ടുള്ള പണികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്താ പറയുക, വിശക്കണമില്ല കേട്ടോ, അല്ലെങ്കിൽ ചായ കുടിക്കായിരുന്നു. അപ്പോൾ നമുക്കിനി അടുക്കളയിലത്തെ ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. പുട്ട് ഏകദേശം പൂത്താനായിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ കുത്തി നമുക്ക് സെറ്റാക്കാം. കുട്ടി നല്ല ഉറക്കമാണ് കേട്ടോ. രാവിലെ ആകുമ്പോൾ ഒരു തണവാണ്, അപ്പോൾ അത് മൂടി പൊതിച്ച് കിടക്കണ്. പാർട്ടി ഇപ്പോൾ കട്ടിലിൻ്റെ മുകളിലോട്ടൊക്കെ എടുക്കാറ് ഒറ്റയ്ക്ക്, അവളുടെ മിന്നൂസിനായിട്ട്. അപ്പോൾ ഇയാൾക്ക് ഒരെണ്ണം ഉണ്ട്, അത് ഒരെണ്ണം ചെറുത് അവിടെ താഴ്ത്തുണ്ട്, മേലെ ഉണ്ട് വലുതൊരെണ്ണം. അപ്പോൾ നല്ല അവരതാ വിളിച്ച് എണീപ്പിക്കണം. അതുപോലെ നമ്മളുടെ തിരുമ്പ്
അവിടെ ഏതിൻ്റെ ഒന്നിൻ്റെ കളർ ഇളകിയിട്ടുണ്ട്. അപ്പോൾ തിരുമ്പൽ അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടാട്ടഞ്ഞ്. അപ്പോൾ നമ്മൾ പാറുട്ടിക്ക് മാത്രം ഇന്നെപ്പോലെ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അവളതിനെ ഒന്ന് വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അവൾ അവിടേക്കും ഇവിടേക്കും തല തിരിച്ചിട്ടൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ താഴെ നമ്മൾ വിരിച്ചിട്ടുള്ള വിരിപ്പും കാര്യങ്ങളൊക്കെ മടക്കി എടുത്ത് വെക്കാം കേട്ടോ. പായൊക്കെ മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ ആൾക്ക് രാത്രി എത്ര വൈകിട്ട് വേണമെങ്കിലും കിടക്കുക ആൾ റെഡിയാണ്. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. രാത്രി എത്ര വൈകിട്ട് വേണമെങ്കിലും കിടക്കുക. പക്ഷേ രാവിലെ നേരത്തെ എണീക്കുക പറഞ്ഞാൽ വല്ലാത്തൊരു ടാസ്ക്കാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ ഏട്ടന് എപ്പോഴും പ്രശ്നം. അപ്പോൾ അതാ പാറുട്ടിനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ വിരിപ്പും കാര്യങ്ങളൊക്കെ മടക്കി നമ്മളുടെ ആ ഒരു ചുമരിൻ്റെ മുകളിലുള്ള ആ ഒരു അലമാരയിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്താ ഉമ്മറത്തൊന്ന് വന്ന് നോക്കിയപ്പോൾ ഒരാളിതാ എടുത്താൽ പൊന്താത്ത പന്തേറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇയാളതിനൊന്ന് സെറ്റാക്കി എടുക്കാണ്ട് പല്ലേപ്പിച്ച് കുളിപ്പിച്ച് എടുക്കണം. കഴിഞ്ഞ് ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ അത് അവനെ ഞാൻ കുളിപ്പിച്ചു സുന്ദര കുട്ടപ്പനാക്കി ചായയൊക്കെ കൊടുത്തു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിന്ന് പുട്ടും കൊള്ളിഷ്ടം അതുപോലെ ഇന്നലത്തെ ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ലാവിഷായിട്ടാണ് അത് ചായ കൂടി. അപ്പോൾ ഞാനിത് ഉമ്മർത്ത് വന്നിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ദേവുട്ടിയും കൂടിയിട്ടാണ് കേട്ടോ ചായ കുടിക്കണത്. അവൾക്ക് ഞാൻ വാരി കൊടുക്കാറാണ്. ഇവിടെ വീട്ടിലുള്ള ദിവസങ്ങളൊക്കെ വാരി കൊടുക്കാറാണ്. അവൾ ഒറ്റയ്ക്ക് കഴിക്കും, പക്ഷേ വയറ് നിറയെ കഴിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചിക്കൻ കറിയുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ നുള്ളി അങ്ങോട്ട് തിന്നിട്ട് പിന്നെ ആളാണ്ട് എണീറ്റ് പോവുക ചെയ്യുക. ചിലപ്പോൾ പുട്ട് തൊടുന്നില്ല. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ എല്ലാതും കൂട്ടി കൊടുത്ത് ആൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ അവളും ഞാനും കൂടി ചായയൊക്കെ കുടിച്ചു. രുദ്രുവിനെ നമ്മളിതാ ഉറക്കിയിട്ടാണ്. അവന് കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നന്നായി കിടന്ന് ഉറങ്ങും. പിന്നെ ഉച്ചയാകുമ്പോൾ ആൾ എണീക്കുള്ളൂ. അപ്പോൾ അവ ഉറങ്ങിയപ്പോൾ ഞാനിത് കല്ലുമ്പോൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാണ് കേട്ടോ. നമ്മുടെ വെള്ളത്തോർത്തും കാര്യങ്ങളൊക്കെ കുറച്ച് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി തല്ലി തിരുമ്പുകയാണ്. കുളി കഴിഞ്ഞിട്ടായാലും ഇത് ചിലപ്പം തിരുമ്പാണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തിരുമ്പിയെടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ തിരുമ്പി ഉണക്കിയതിൻ്റെ ശേഷം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ ശരവണൻ ചേട്ടൻ വന്നത്. ആൾ ഞായറാഴ്ച വരാറുള്ള ചേട്ടനാണ് കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആളേക്കുന്ന ഡ്രസ്സ് എടുക്കണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പ് കണ്ടപ്പം ഏട്ടനും അത് പിള്ളേർക്കും അത് നല്ല ഇഷ്ടമായിട്ട്. എനിക്ക് ആദ്യം എടുത്തപ്പോൾ വലിയ എയിമൊന്നും തോന്നിയില്ല, പക്ഷേ പിന്നെയൊക്കെ നല്ല ഇഷ്ടമായി. ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അന്ന് വലിയ ഷേപ്പാക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ തടിയുള്ള കാരണം അതൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ബാക്കിൽ കഴുത്തൊന്ന് വെട്ടി വലുതാക്കണം. ബാക്കിൽ ഇങ്ങനെ മേലെ വന്നിക്കുമ്പോഴേക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപാട് ടോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ഫോണിൽ കാണുന്ന പോലെ നല്ലൊരു കരിമ്പച്ചയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ടോപ്പ് കാണാൻ. അപ്പം ഞാൻ ടോപ്പ് കൊടുത്ത് അമ്മയ്ക്കൊരു ടോപ്പ് കൊടുത്തിട്ട് ആ കസേരയുടെ മേലെ തൂങ്ങിക്കെടുക്കുന്നുണ്ട്. അതാണ് അമ്മയ്ക്ക് എടുത്തൊരു ജല കളർ നീലയിട്ട്. പിന്നെ അതിനുശേഷം ആ തിരുമ്പി വെച്ചൊക്കെ അങ്ങനെ ഉണക്കി മുകളിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇതാ ഉച്ചയാകുമ്പോൾ നമ്മളെ ചിക്കൻ കറിയുടെ ചട്ടി അങ്ങോട്ട് വടിച്ചെടുത്തിട്ടാണ് ഞാൻ. അപ്പം ഞാനും ദേവുട്ടിയും പാറുട്ടിയും കൂടിയിട്ടാണ് കേട്ടോ ഇത് കഴിക്കണത്. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ചിക്കൻ കറിയിൽ ചട്ടി വടിച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെ തന്നെ ദേവുട്ടിക്കും പാർട്ടിക്കൊക്കെ ഞാൻ വാരി കൊടുത്ത് അങ്ങനെ ഇരുന്ന് കഴിച്ചു. പിന്നെ എന്താ പറയുക, ഈ ടോപ്പ് ഞാനിത് ഇട്ട് വയ്ക്കാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കാനേ ഉള്ളൂ. ബാക്കിയെല്ലാം കറക്റ്റാണ്. കയ്യിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ഇവർക്ക് നല്ല ഇഷ്ടമായിട്ട് ടോപ്പ്. എനിക്ക് ആദ്യം എടുത്ത പഠിക്കാൻ ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നി. പിന്നെ എനിക്ക് ടോപ്പ് ഭയങ്കര ഇഷ്ടമായി. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭംഗി കൂടുന്ന പോലെ തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കിൽ കഴുത്ത് വെട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വേണം നമുക്കിത് ഇടാൻ. രണ്ടരയായിട്ടുള്ളൂ നമ്മൾ പണികൾ തുടങ്ങുകയാണ്. ഇപ്പോൾ തുടങ്ങിയാലേ 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ ചായയുടെ വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് നമ്മൾ ചോറിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. ചോറ് തിളപ്പിച്ച് വിറ്റാനുള്ളൂ, അരിയിടൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ അതുപോലെ പാത്രങ്ങളുള്ളതൊക്കെ പറക്കി കഴുകാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അതൊക്കെ കഴുകിയെടുക്കും വേണം. അങ്ങനെ കുറച്ച് പരിപാടികൾ തന്നെ ഉള്ളൂ കേട്ടോ വൈകുന്നേരത്ത്. പിന്നെ എവിടേക്കെങ്കിലും പോവുക എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പ്രത്യേകിച്ച് കറങ്ങാൻ പോവുക, വീട്ടിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പണിയെടുക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നില്ല, മടിയും തോന്നില്ല കേട്ടോ. നിങ്ങളങ്ങനെയാണോ? അപ്പോൾ ഞാൻ എന്താ ചായയൊക്കെ തിളച്ചപ്പോൾ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ വേഗം കഴുകിയെടുത്തു. ഇനി അതൊക്കെ ഇങ്ങനെ നമ്മൾ റാക്കിൻ്റെ മുകളിൽ കയറ്റി വെക്കണം. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടുക്കള മൊത്തം ക്ലീനായി. പിന്നെ ഞാൻ എന്താ വെള്ളത്തിന് പോവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തല്ല നമ്മൾ മുറ്റത്ത് തന്നെ പഞ്ചായത്ത് കിണറുള്ള കാരണം സുഖമാണ് കേട്ടോ വെള്ളം കോരാൻ. അപ്പോൾ അത് അവിടെ നിന്ന് വെള്ളം എടുക്കുകയാണ്. പിള്ളേർ ഇങ്ങനെ ഇടയ്ക്കും തലയ്ക്കും വന്നും പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വെള്ളം പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ
നമുക്കിതാ ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. ഇനി പണികളൊന്നുമില്ല. അപ്പോൾ ചോറ് സെറ്റായിരുന്നു. കുറച്ച് വേവ് കുറവുണ്ടായിരുന്നു, അത് കാരണം ഞാൻ ഇട്ടിട്ട് ഈ പണികളൊക്കെ ചെയ്തപ്പോൾ സെറ്റായിട്ട് ചോറ്. അതിൻ്റെ ഇടയിൽ ഓരോന്ന് വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മളെപ്പോഴാണ് പോകുന്നുണ്ടോ. അപ്പോൾ അവരെ ഇടയ്ക്ക് കളിയാക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞു നമ്മളൊന്ന് പോകണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല ഒരു എന്താണ് ഓമക്കായ കിട്ടിയിട്ടാണ്. ഓമക്കായ, പപ്പായ എന്നൊക്കെ പറയുന്ന സംഭവം, വേറെ എന്തൊക്കെ പേര് പറയുന്നു, നമ്മളവിടെ ഓമക്കായ എന്ന് പറയാം. അപ്പോൾ ഇപ്രാവശ്യം നമ്മളുടെ വീട്ടിൽ ഒരുപാട് ഓമത്തൈകൾ ഉണ്ടായിട്ടുണ്ടാവും, അതിലൊക്കെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ പഴുക്കണം അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നല്ല പഴുപ്പായിട്ടില്ല, മധുരം വെച്ചിട്ടില്ല, ചില ഭാഗത്തേക്ക് മാത്രം മധുരമായിട്ടുള്ളൂ. ഇത് എന്താ സംഭവം, പഴുപ്പാവാതെയാണോ വാടി വീണതാണോ എന്താണെന്ന് അറിയില്ല. അച്ഛൻ പൊട്ടിച്ചെന്താണ് കേട്ടോ. അപ്പോൾ ഞാനതപ്പോൾ തന്നെ ചെത്താണ്. എനിക്ക് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ, പഴുത്ത ഓമക്കായോട് ഭയങ്കര ഒരു ആർത്തി, ഭയങ്കര ഇഷ്ടമാണ്. നല്ല പഴുക്കണം കേട്ടോ. അത് ഇങ്ങനെ കറുമുറു ആ ഒരു ടൈപ്പല്ല, ഒന്നുകൂടി പഴുത്തത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മളവിടെ ഒരുപാടുണ്ട്, അപ്പോൾ പഴുത്തിട്ടൊക്കെ തിന്നാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പൊളിച്ചപ്പോൾ ഇതാണ് നമ്മൾ ഓമക്കായുടെ അവസ്ഥ. നല്ല പഴുത്തിട്ടില്ല, പഴുപ്പായി വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ കിട്ടിയത് ഇതൊരു കറുമുറു ടൈപ്പ് തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ, പക്ഷേ എനിക്ക് ഒന്നും കൂടെ പഴുത്തലാണ് നല്ല ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ആ ഭാഗത്താണ്, തറ്റ ഭാഗത്താണ് കുറച്ചുകൂടി മധുരമുള്ളത്, ബാക്കി അത്ര മധുരമായിട്ടില്ല. അപ്പോൾ ഞാൻ പിള്ളേർക്കൊക്കെ അങ്ങനെ മുറിച്ച് കൊടുക്കുക, അങ്ങനെ കടിച്ച് മുറിച്ച് നടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ അതെല്ലാവരും ഉണ്ട്, നമ്മളപ്പുറത്തെ ഏട്ടൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവരെന്തോ മീൻകുട്ടികളെ കുളത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് അത് ബക്കറ്റിലാക്കിയിട്ട് നടക്കുക കേട്ടോ. അതാണ് ആ കാണുന്നത്. പാറുട്ടിക്ക് 2 ദേവുട്ടിക്ക് 2 ഒക്കെ അവർ കൊടുത്തതാണ്. അപ്പോൾ അവരത് ബക്കറ്റിലാക്കി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളപ്പണികളെല്ലാം ഒതുങ്ങി, ഇനിയിപ്പോൾ അത് വേഗം ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അകത്തടിക്കുന്ന ചൂല് ഒന്ന് മാറ്റാനായിരിക്കണം കേട്ടോ. എന്താ പറയുക, തലപ്പൊക്കെ പോയിരിക്കുന്നു, കുറ്റിച്ചൂല് പോലെ ആയി തുടങ്ങി. ഇനി പുതിയ ചൂലൊരെണ്ണം വാങ്ങിക്കണം. അപ്പോൾ എന്തായാലും നമ്മളവിടെ മൊത്തം അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് മുറ്റടിച്ച് വൃത്തിയാക്കാൻ കേട്ടോ. ഇപ്പോൾ നല്ല ഇലയാണ്, നമ്മൾ അടിച്ചിങ്ങോട്ട് തിരിയുമ്പോഴത്തേനും ഇല വന്ന് വീഴും, അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ചെടുക്കാം, വൃത്തിയാക്കി ഇടാം. പിന്നെ ഇല വീഴുമ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല, വീഴട്ടെ അങ്ങോട്ട്. പിന്നെ മിറ്റടിക്കാൻ നേരത്ത് ഒന്ന് വെള്ളം തെളിക്കൂട്ടെ, നല്ല പൊടിയാണ് ഇപ്പോൾ. അപ്പോൾ വെള്ളം തെളിച്ചിട്ട് നമ്മളത് പെട്ടെന്ന് തന്നെ മിറ്റടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചുവാരൽ കഴിഞ്ഞ് ലാസ്റ്റത്തെ ഒരു വ്യൂ ആണ് കേട്ടത്. ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനം സന്തോഷമൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേലേക്ക് തുണികളെടുക്കാൻ ചെന്നു. തുണികളൊക്കെ എടുത്ത് നേരെ ഇറങ്ങി നല്ലൊരു കുളിച്ചു. വേഗം പിന്നെ എനിക്ക് ചടപടയായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, വേഗം ഡ്രസ്സ് മാറലും അവിടുന്ന് പോരലും ഒക്കെ പെട്ടെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുള്ള വെള്ളവും അവന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായി. അപ്പോൾ നേരെ നമ്മൾ കൂറ്റനാട് മാളിലേക്ക് വന്നു. അവിടെ വന്ന് നേരെ നോക്കിയപ്പോൾ നമ്മൾ കുറച്ച് എന്തായാലും ഒരു 20 മിനിറ്റ് മുന്നേ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പൊന്മാനാണ് നമ്മൾ കാണാൻ പോണ ഫിലിം. അപ്പോൾ ചേട്ടൻ ലോട്ടറി എടുക്കാൻ പോകാമെന്ന് പറയുന്നത്, ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. പെട്ടെന്നാവുമ്പോൾ ലോട്ടറി എന്നൊക്കെ വന്നു പോയത്. അപ്പോൾ നമ്മളിതാ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം പിന്നെ നമ്മൾ ഇൻ്റർവെൽ സമയത്തൊന്നും ഇറങ്ങാൻ പോയില്ല, കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രുദ്ര തിരിച്ച് കയറണമെന്നില്ല. അപ്പോൾ അവൻ കുറച്ച് ടെററായി, എന്നാലും വലിയ കുഴപ്പമില്ല, അലമ്പില്ലാതെ ക്ലൈമാക്സ് വരാണ്ട് ഒപ്പിച്ചു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു ബിരിയാണി കഴിക്കാൻ കയറിയതാട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ല പൊറോട്ട, ചൂട് പൊറോട്ട അടിക്കണം. അപ്പോൾ കാരണം കഴിക്കണം, നല്ല പൊതിയുണ്ടായി. അപ്പോൾ ഓരോ പൊറോട്ട നമ്മൾ ട്രൈ ചെയ്യണം, ബിരിയാണി എടുക്കണ നേരം കൊണ്ട് കഴിക്കാമല്ലോ വിചാരിച്ചു. കാരണം നല്ല വിഷമമുണ്ടായിരുന്നു, ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ നേരം ഇല്ലാത്ത കാരണം വേഗം പോരുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ അവിടെ സിനിമ കാണുമ്പോൾ ഒരു പപ്സ് കഴിച്ചു, അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും